Dear students, welcome to Winners Academy Mundakya. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന് നടന്ന LGS എക്സാമിന്റെ മാത്സ് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസുമാണ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 3 + 6 + 9 + etc plus 90. നമുക്കറിയാം ഇതൊരു സമാന്തര ശ്രേണിയാണ്. അരിത്തമെറ്റിക് പ്രൊവിഷനാണ്. അരിത്തമെറ്റിക് പ്രൊവിഷന്റെ തുക കാണാനുള്ള ഇക്വേഷൻ n/2 × T1 + Tn. ഈ n എന്നാണ് സംഭവം? n നമ്പർ ഓഫ് ടേംസ്, എത്ര പദങ്ങളുണ്ട്. ഇവിടെ എത്ര പദങ്ങളുണ്ട്? 3 മുതൽ 90 വരെ 30. 30/2. ഈ 30 എങ്ങനെ കിട്ടി? 90നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ആൻസർ 30 കിട്ടി. അതാണ് ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ്. ഇനി Tn മീൻസ് 3, Tn 90. നെക്സ്റ്റ് സ്റ്റെപ്പ് 30 - 2 15. 90 + 3 93. ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1395. 1395. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, എ ബിയുടെ അച്ഛനാണ്. എ എന്നയാള് ബിയുടെ അച്ഛനാണ്. സി ഡിയുടെ സഹോദരനാണ്. ഈ സിയുടെ അമ്മയാണ്. ബിയും ഡിയും സഹോദരന്മാരാണ്. സി ഡിയുടെ സഹോദരനാണ്. ഈ സിയുടെ അമ്മയാണ്. ഈ എന്നയാള് സിയുടെ അമ്മയാണ്. അതായത് എയും ബിയും ഹസ്ബൻഡും വൈഫും. ചോദ്യം ഇതാണ്, ഈക്ക് എയുമായുള്ള ബന്ധം. എന്താണ്? ഓപ്ഷൻ എ ഭാര്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് HORSC എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കുക, F കഴിഞ്ഞ +2 ആണ് H. നോക്കിയേ, FGH. M കഴിഞ്ഞ് +2. M കഴിഞ്ഞ് നോക്കിയേ MNO. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. +2 ആഡ് ചെയ്ത് +2. I കഴിഞ്ഞ +2 1 2 K. ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു ഓപ്ഷൻ ഇല്ല. ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. എങ്കിലും നമുക്ക് ബാക്കി ആൻസർ നോക്കാം. L കഴിഞ്ഞ് നോക്കിയേ LMN. G കഴിഞ്ഞ H കഴിഞ്ഞ് I. D കഴിഞ്ഞ ഒരക്ഷരം കഴിഞ്ഞ F. C കഴിഞ്ഞ E. ആൻസർ കിട്ടി നൈഫ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവിഷൻ എന്നാൽ ഇൻറ്റുവും, മൈനസ് എന്നാൽ +2ഉം, പ്ലസ് എന്നാൽ മൈനസും, ഇൻറ്റു എന്നാൽ ഡിവിഷനും ആണെങ്കിൽ 4/3 - 2 + 6 × 3 വില എത്ര? നമുക്കറിയാം 4 ഡിവിഷൻ മീൻസ് ഹരണം മീൻസ് ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ് എന്നാൽ മൈനസ്, ഇൻറ്റു എന്നാൽ ഡിവിഷൻ. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ബോർഡ് മാസ് എന്ന റൂൾ മനസ്സിൽ വെക്കുക. ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ റൂൾ അനുസരിച്ച് കാൽക്കുലേഷൻ ചെയ്യുക. നമുക്ക് നോക്കാം. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. 4 × 3 + 2 - 6/3 2. ഇപ്പൊ ഡിവിഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 3 12 + 2 - 2. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് അഡീഷൻ. 12 + 2 14 - 2. 14 - 2 എത്രയായിരിക്കും? 12. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ടസംഖ്യ? നമുക്ക് നോക്കാം. എക്സിനെ നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഒരു ഒറ്റ സംഖ്യയുടെ അസ്യൂം ചെയ്യാം. വൈയെ അടുത്ത ഒറ്റ സംഖ്യയുടെ അസ്യൂം ചെയ്യാം. 1 3. ശ്രദ്ധിച്ചിരിക്കുക, 3ഉം 1 കൂടുമ്പോൾ എത്ര കിട്ടി? 4. അപ്പൊ നമുക്ക് ആൻസർ ഒരു 4 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും ശരി?
എക്സും വൈയും കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് ഇരട്ടസംഖ്യ കിട്ടുന്നത്. അപ്പോൾ റൂൾ തന്നെയാണ്, ഏത് രണ്ട് ഒറ്റസംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു ഇരട്ടസംഖ്യ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാൻ ആര്? ഓപ്ഷൻ എ 36, ഓപ്ഷൻ ബി 47, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 35. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കാര്യം എന്നാണ്? 47 എന്ന സംഖ്യ ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യ. ഒന്നും ആ സംഖ്യയെ മാത്രം ഘടകങ്ങളായ സംഖ്യകൾ എന്നാ വിളിക്കുന്നു? അഭാജ്യ സംഖ്യകൾ. 47 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 47. ബാക്കി 36 ഒരു ഭാജ്യസംഖ്യയാണ്. 42 42 ഒരു ഭാജ്യസംഖ്യയാണ്. 35 ഭാജ്യസംഖ്യയാണ്. അപ്പൊ ഒറ്റയാൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1,00,000 എത്ര 100 ഉണ്ട്? നമുക്കറിയാം 1000 എത്ര 100 ഉണ്ടാവും? 1000/100 10 100. അതായത് 1,00,000 100 കൊണ്ട് ഹരിക്കാം. 1,00,000/100 വെട്ടിപ്പോവും. എത്ര കിട്ടി? 1000 100 ഉണ്ടായിരിക്കും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 9. നമുക്ക് ഓപ്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. ഓപ്ഷൻ എ അപ്പുവിന്റെ പ്രായം 3. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചേ, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിൽ 9 മടങ്ങ്. അപ്പുവിന്റെ പ്രായം 3 ആണെങ്കിൽ അമ്മയുടെ പ്രായം 9 മടങ്ങ് 3 27. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ പ്രായം 3 + 9 12. 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം 27 + 9 36. ഇനി ചോദ്യം വായിച്ചേ, 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. 3 മടങ്ങായി മാറുന്നു നോക്കിയേ, 12 36 3 മടങ്ങായി മാറുന്നു. Therefore അപ്പുവിന്റെ പ്രായം 3. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-ാമതും പിന്നിൽ നിന്ന് 15-ാമതുമാണ് എങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9-ാമനും പിന്നിൽ നിന്ന് 15-ാമതുമാണ്. അപ്പോൾ ആകെ എത്ര പേരുണ്ട്? ഈ 9ഉം 15ഉം കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്താൽ മതി. 24 - 1 23. ഓപ്ഷനുണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വർഷത്തിനെ 2024 4 കൊണ്ട് ഹരിക്കുക. 4 5 20 0 0 0 24 6 4 24. അപ്പൊ നമുക്ക് സിസ്റ്റം 0 കിട്ടി. സിസ്റ്റം 0 വന്നാൽ തന്നിരിക്കുന്ന വർഷം പ്ലസ് 28. സിസ്റ്റം 1 വന്നാൽ വർഷം പ്ലസ് 6. സിസ്റ്റം 2 3 വന്നാൽ വർഷം പ്ലസ് 11. അപ്പൊ നമുക്ക് കിട്ടിയ സിസ്റ്റം 0 ആണ്. നമുക്ക് കിട്ടിയ വർഷം 2024 പ്ലസ് 28 കൂട്ടുമ്പോൾ 2052 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, √x/221 = x ആയാൽ എക്സിന്റെ വില എന്ത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സമത്തിന് അപ്പുറം ഇപ്പുറം സ്കോർ ചെയ്യുക. എങ്ങനെ നമുക്ക് നോക്കാം? √x/221 സ്ക്വയർ = 2 സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയർ മാറി കിട്ടും, റൂട്ട് മാറി കിട്ടും. x/221 = 2 സ്ക്വയർ 4. x = 221 × 4 4 8 884. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര? നമുക്കറിയാം ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ശരാശരി പ്ലസ് കൂട്ടിയ സംഖ്യ. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? ശരാശരി 23 + 4 ആൻസർ 27. ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചാലോ, ഓരോ സംഖ്യയിൽ നിന്ന് 4 വീതം കുറച്ചാലോ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? ശരാശരി -4. ചിലപ്പോൾ PSC ഇങ്ങനെ ചോദിക്കും, ഓരോ സംഖ്യയെയും
4 കൊണ്ട് ഗുണിച്ചാലോ ശരാശരി ഇൻറ്റു 4. ഓരോ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാലോ ശരാശരി ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെ ആൻസർ ചെയ്യുക. ഇവിടുത്തെ ആൻസർ 27 ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടിയെങ്കിൽ സ്കൂട്ടറിന്റെ വാങ്ങിയ വില എത്ര? അതായത് 100 രൂപയുടെ സ്കൂട്ടർ 115 രൂപയ്ക്ക് വിറ്റു. അതായത് 115 സ്ഥലത്ത് വന്നിരിക്കുന്നത് എത്രയാ? 9200. ചോദ്യം 100 എത്ര? സി പി എത്ര? 9200 ഇൻറ്റു 100/115 വെട്ടിക്കളയുമ്പോൾ ആൻസർ കിട്ടും 8000. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിൽ യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? നമുക്കറിയാം ശരാശരി വേഗത ഇക്വേഷൻ 2ab/a+b. ഈ എ എന്നാണ് ഫസ്റ്റ് സ്പീഡ്, ബി സെക്കൻഡ് സ്പീഡ്. 2 ഇൻറ്റു ഫസ്റ്റ് സ്പീഡ് 60, സെക്കൻഡ് സ്പീഡ് 40. a+b 60 + 40 100. നമുക്കറിയാം വെട്ടിക്കളയാം. 6 4 24, 24 ഇൻറ്റു 2 48. ആൻസർ 48 km/h. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 11 32. നെക്സ്റ്റ് അടുത്ത സംഖ്യ ഏത്? നമുക്കറിയാം 1³ + 1 = 2. നെക്സ്റ്റ് 2³ + 3 = 8 + 3 11. നെക്സ്റ്റ് 3³ + 5, 3 ക്യൂബ് 27, 27 + 5 32. നെക്സ്റ്റ് 4ന്റെ ക്യൂബ് അടുത്തൊറ്റ സംഖ്യ ഏതാണ്? 1 3 5 7. 64, 64 + 7 71. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈതഗോറസ് ത്രികോണങ്ങൾ അല്ലാത്തത് ഏത്? നമുക്കറിയാം ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകണമെങ്കിൽ ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ചെറിയ 2 വശങ്ങൾ 3ന്റെ വർഗവും 7ന്റെ വർഗവും തുല്യമായിരിക്കണം 8ന്റെ വർഗത്തിന്. അപ്പൊ 3ന്റെ വർഗം 9, 7ന്റെ വർഗം 49, 8ന്റെ വർഗം 64. ഇത് കൂട്ടിക്ക് 58 നോട്ട് ഈക്വൽ ടു 64. അപ്പോൾ ചോദ്യം എന്താണ്? ത്രികോണങ്ങൾ അല്ലാത്തത് ഏത്? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 + 2 × 3 - 1/2 × 6 എത്ര? നമുക്കറിയാം ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ബോർഡ് മാസ് എന്ന റൂൾ ശ്രദ്ധിക്കുക. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. 5 + 2 × 3 6 - 1 × 3 3. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 × 11 - 3 = 8. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ഇങ്ങനെ ചോദ്യം വന്നാൽ ദശാംശ സംഖ്യകളുടെ ലസാഗു കണ്ടെത്താനുള്ള ചോദ്യമാണ്. അപ്പോൾ നോക്കിയേ, 0.5നെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50. 0.25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25. 0.35 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 35. 15, 25, 35 ഈ സംഖ്യയുടെ LCM നമുക്ക് കിട്ടും 350. അതായത് ഇവിടെ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 350/100 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ കിട്ടും. വെട്ടിക്കളയാം. 3.5 ആണ് ഇവിടുത്തെ ഈ സംഖ്യയുടെ ലസാഗു. പക്ഷെ 3.5 ഓപ്ഷനിൽ ഇല്ല. ആൻസർ 3.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണ് ഉചിതം. അതിലുപരി ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാം. ഷോർട്ട് കട്ട് ഇതാണ്: എല്ലാ അംശങ്ങൾക്കും ഒരു 0 വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ 0 50യെ ഛേദം കൊണ്ട് ഹരിക്കുക. 50/3 നമുക്ക് ആൻസർ കിട്ടും 16 പോയിന്റ് സംതിങ്. 130/11 11 പോയിന്റ് സംതിങ്. 1130/111 10 പോയിന്റ് സംതിങ്. 170/5 34 ആൻസർ. അപ്പോൾ ഈ സംഖ്യയിൽ ഏതാണ് വരുന്നത്? 34 ആണ് വരുന്നത്. therefore 17/5 ആയ ഫ്രാക്ഷൻ ആണ്, ഭിന്നസംഖ്യയാണ്, വലിയ ഭിന്നസംഖ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1.1 × 1.11 വില കാണുക. ഇങ്ങനെ ചോദ്യം വന്നാൽ 111 × 11 ഗുണിക്കുക. ഓരോന്ന് 1 1 1 1 1 1 2 2 1.
1221. ഇവിടെ നോക്കിയേ, 2 1 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക, 1 2 3. അപ്പൊ ആൻസർ കിട്ടും 1.221. ഓപ്ഷനിലുണ്ടോ? 1.221 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിച്ചത് ഇടുക്കി LGSന്റെ മാത്സ് എക്സ്പ്ലനേഷൻസ് ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.